നമസ്കാരം. ഞാൻ ഷീജ നെടിയാക്കൽ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് മുട്ട ഓംലെറ്റാണ്. നമുക്കെല്ലാവർക്കും മുട്ട ഓംലെറ്റ് ചെയ്യാൻ അറിയാം. എന്നാൽ ഒരു പ്രത്യേക രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് അതെല്ലാവരും കാണണം. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്നാൽ നമുക്ക് പെട്ടെന്ന് ഒരു വീഡിയോയിലേക്ക് കടക്കാം. നമുക്കൊരു ബൗൾ എടുക്കാം. അതിനകത്ത് നമുക്ക് 2 മുട്ടയെടുത്ത് ഉടയ്ക്കാം. 2 മുട്ട ഉടയ്ക്കാം. ഞാൻ വെള്ള മുട്ടയാണ് എടുത്തേക്കുന്നത്. നമുക്ക് 2 പേർക്ക് സെർവ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. 2 പേർക്കായതുകൊണ്ട് 2 മുട്ട എടുത്തിരിക്കുന്നത്. നമുക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് അടിച്ച് പതച്ചെടുക്കണം. നല്ല രീതിയിൽ പതച്ചെടുക്കണം. ഞാൻ കറി വെച്ചാണ് ചെയ്യുന്നത്. എങ്ങനെയല്ലത് പതച്ചെടുക്കണമെന്നേ ഉള്ളൂ. ഞാൻ ഒരുപാട് പതച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഞാൻ ഒരു കൊച്ചു സവാള അരി വെച്ചിട്ടുണ്ട്. നമുക്കത് അങ്ങോട്ട് ചേർക്കാം. കുഞ്ഞാട്ട് അരിഞ്ഞതാണ് ഞാൻ ചേർത്തേക്കുന്നത്. പിന്നെ 2 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 2ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് 2 സ്പൂണ് തേങ്ങ ഞാൻ ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ ചേർത്താൽ മതി, വേണമെങ്കിൽ തേങ്ങ ചേർക്കാതെ നമുക്ക് ഓംലെറ്റ് അടിക്കാവുന്നതാണ്. പിന്നെ അത് നന്നായിട്ടൊന്ന് അടിച്ചത് മിക്സ് ആക്കണം. ഇതിനകത്തോട്ട് മുട്ട തഴഞ്ഞിട്ട് ഒരുപാട് തേങ്ങ ചേർക്കണ്ട, ഒന്ന് കുറച്ച് ചേർത്താൽ മതി. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർക്കാമെന്ന്. മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് വേറൊന്നുമല്ല, കളർ വെക്കാനും നല്ല. എല്ലാത്തിനും നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കാൻ നല്ലതാണ്. നമുക്കതിനോട് അല്പം കുരുമുളക് ചേർക്കാം. കുരുമുളക് ടേസ്റ്റിനാണ് നമ്മൾ ചേർക്കുന്നത്. എരിവും ഒക്കെ കിട്ടും. കുരുമുളകിൻ്റെ അതിൻ്റെ ടേസ്റ്റ് കിട്ടും. ഉപ്പ് നമ്മൾ പാകത്തിന്, നമുക്ക് എത്ര ഉപ്പ് വേണം അതനുസരിച്ച്. ഞാൻ കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഞാനിത് പതച്ച് നോക്കിയിട്ട് ഉപ്പ് ചേർക്കുന്നുള്ളൂ. കൂടിപ്പോയാൽ പിന്നെ അത് നമ്മൾ ഉപയോഗിച്ചിട്ട് കാര്യമില്ലല്ലോ, ടേസ്റ്റ് ഇതായിപ്പോവും, കഴിക്കാൻ പറ്റാത്ത രീതിയിലാവും. നല്ലോണം അരച്ച് എന്തായിട്ട് ചതച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് മുട്ട പൊരിക്കുന്നത് പിന്നെ തേങ്ങ ചതച്ചും ചേർക്കാറുണ്ട്. ഇതിനകത്തോട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിലോട്ടൊന്ന് ചതച്ച് ചേർക്കുകയാണെങ്കിലും അത് നല്ല ടേസ്റ്റാണ്. ഇതെല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പ് കറക്റ്റാണെന്ന് നോക്കിയാൽ മാത്രം മതി. നമുക്ക് പിന്നെ ഒരു അല്പം കരിയാപ്പില ഇടാം. കരിയാപ്പില ഞാൻ ഇങ്ങനെ കീറിയാണ് ഇട്ടേക്കുന്നത്. അതങ്ങ് ഒന്ന് പിച്ചിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. എന്നാൽ ഒരു മണമൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കരിയാപ്പില ഇടുന്നത്. അതേപോലെ ആണെങ്കിൽ വയറ്റ് കടിക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു മുട്ടയ്ക്കകത്ത് നമ്മൾ വെച്ച് കരിയാപ്പില ഇട്ട് ശകലം ഉപ്പ് ഒഴിച്ച് കഴിച്ചാൽ വയറ്റ് കടി പോലുള്ള അസുഖങ്ങളൊക്കെ മാറും. അത് കരിയാപ്പില നല്ലതാണ് മുട്ടയ്ക്ക്. വയറിനൊക്കെ വയറ്റ് കടി പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറാനൊക്കെ നല്ലതാണ് ഈ കരിയാപ്പില. ഒരു പാനിലെടുത്ത് അങ്ങോട്ട് വെക്കാം. സ്റ്റൗ കത്തിക്കാം. നമുക്ക് എണ്ണയൊന്ന് തൂത്ത് കൊടുക്കാം. പാനിൽ ചൂടായി കഴിയുമ്പോൾ മുട്ട നമുക്ക് അതിനകത്തോട്ട് ഒഴിക്കണം. പാനിൽ ചൂടായിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ഈ മുട്ട അങ്ങോട്ട് ഒഴിക്കാം. ഇങ്ങനെ എന്നിട്ടൊന്ന് റൗണ്ട് ചെയ്ത് വെക്കണം മുട്ട. നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും അതിൻ്റെ ഇതുപോലെ. ഇതിനകത്ത് നന്നിട്ട് ഇത് നല്ല സോഫ്റ്റായിരിക്കും. മുട്ടയിൽ നല്ല സോഫ്റ്റായിരിക്കും. അത് നമുക്കൊന്ന് അടച്ച് വെക്കാം. നമുക്ക് എങ്ങനെയാണ് മുട്ട ഓംലെറ്റ് എങ്ങനെയായെന്ന് നോക്കാം. നല്ല ഇതുകൊണ്ട് അതങ്ങ് മെപ്പോട്ടങ്ങ് പൊങ്ങിയിട്ടുണ്ട്. ഇത് അങ്ങോട്ട് നമുക്കുണ്ട് സ്മൂത്തായിട്ടിടാം. എങ്ങും പൊട്ടിയടിക്കുകയോ ഒന്നും വെടിച്ചേറി ചെയ്തിട്ടില്ല. അങ്ങനെ തേങ്ങ ഇടാതെ വേണമെങ്കിൽ നമുക്ക് മുട്ട ഓംലെറ്റ് ചെയ്യാം. അതൊരു കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്.
കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കണം. അത് നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് ഒരു ചമ്മന്തിയൊക്കെ അരച്ച് അതിൻ്റെ ഒരു ഒഴുക്ക് പറ്റിയത് മീനൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, മുട്ട ഓംലെറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഒക്കെ നമ്മൾ കൊടുത്തു വിടുന്നത്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന വിഭവമാണ് മുട്ട ഓംലെറ്റ് എന്ന് പറയുന്നത്. ആർക്ക് വേണമെങ്കിലും, വീട്ടിൽ ആരും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ അതായത് ആണുങ്ങൾക്കായാലും ഇത് പെട്ടെന്ന് ഓംലെറ്റ് ചെയ്ത് നമ്മൾ ഒരു ചായ ഇട്ട് കുടിക്കുകയോ ഒരു കട്ടൻ കാപ്പി ഒരു ബ്ലാക്ക് ടീ ഇട്ട് കുടിക്കുകയൊക്കെ ചെയ്യുന്നതിന് നല്ലതാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണിത്. ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് നോക്കാം. എന്താ എല്ലാം മുരിഞ്ഞിട്ടുമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മുട്ട കൊടുക്കണം. അവരുടെ ബുദ്ധി വളരുന്നതിനും അവരുടെ ആരോഗ്യത്തിനൊക്കെ കാൽസ്യം ഒക്കെ കിട്ടുന്നത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മുട്ട എത്രയും കൊടുക്കുക അത്രയും. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ പുഴുങ്ങി കൊടുക്കുന്ന അത്ര കൊള്ളില്ല. ദഹനമൊക്കെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൂടുതൽ വാട്ടി ഒന്ന് മഞ്ഞക്കരി ഒന്നും ഇതാവാതെ ഒന്ന് വെന്ത് പോവാത്ത രീതി വേണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ. കുരുമുളക് വെച്ച് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. മുട്ട ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. നന്ദി, നമസ്കാരം.